നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏജിങ് സ്പോട്സുകൾ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾ, മുഖം കരുവാളിച്ചതുപോലെയുള്ള മുൻപത്തെ അത്ര തന്നെ ആ ഒരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളവരാണോ? അങ്ങനെ വേണ്ടിയിട്ടുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിനെ ആരോഗ്യത്തിലേറെ നമ്മുടെ ചർമ്മത്തെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് എല്ലാവർക്കും തന്നെ പ്രിയങ്കരമായിട്ടുള്ള ക്യാരറ്റ് എന്നുള്ളത്. 2 ക്യാരറ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഫേസ് യോഗ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചെറിയ ഫേസ് മസാജ് കൊടുക്കാം. ആ യോഗ ഫോളോ ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരു മോയ്സ്ചറൈസറായിട്ട് ഈ ഓയിലും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഫേസിനെ ലിഫ്റ്റ് ചെയ്യാനും കൊളാജൻ കൂട്ടാനും ചുളിവുകൾ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും അല്ലെങ്കിൽ ഇത്തരം സ്പോട്ടുകൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനും ആ ഒരു യൂത്ത്ഫുൾ ആയിട്ട് സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. എന്നാൽ വെറും ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഗുണങ്ങൾ മാത്രമാണ് നമ്മുടെ ക്യാരറ്റിന് എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. കണ്ണിൻ്റെ കാഴ്ചശക്തിക്കായാലും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനായാലും ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് നോർമൽ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒന്നാണ് ഈ ഒരു ക്യാരറ്റ് എന്നുള്ള പച്ചക്കറി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു മിറാക്കിൾ ഓയിൽ തയ്യാറാക്കുക എന്ന് നോക്കിയാൽ, ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കാൻ 200 ml വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് 2 ക്യാരറ്റ് മതി കേട്ടോ. ഇത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഡാമേജ്ഡ് സ്കിന്നിനെയൊക്കെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ സ്കിന്നിനെ ടോണൊക്കെ തന്നെ എൻഹാൻസ് ചെയ്യാൻ ഇതിലെ ഫൈറ്റോ കെമിക്കൽസ് സഹായിക്കുന്നുണ്ട്. പിന്നെ സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏജ് ആയാലുള്ള ഏജ് സ്പോട്സോ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഒരു മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. ലൈറ്റായിട്ടുള്ള മസാജ് ഡെയിലി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള ഫണമർമ്മ, അപങ്കമർമ്മ, വിദുരമർമ്മ, ശംഖമർമ്മ, ഉക്ഷേപമർമ്മ, ആവർത്തമർമ്മ, സ്ഥാപനീമർമ്മ, ചിബുക് മർമ്മ തുടങ്ങിയിട്ടുള്ള മർമ്മങ്ങളൊക്കെ തന്നെ ആക്റ്റീവായിട്ടിരിക്കും. ഇനി ഇത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ വരുന്ന മർമ്മങ്ങൾ തന്നെയാണ് കേട്ടോ. സ്കിന്നിലെ പോഴ്സൊക്കെ ഓപ്പൺ ചെയ്യുകയും അതിന് സ്കിന്നിന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ ഇത് സഹായിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഗ്ലോ ആൻഡ് റേഡിയൻ്റ് ആയിട്ട് ഇരുത്താൻ സഹായിക്കുക. മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഫേഷ്യൽ മസിൽസിൻ്റെ ഏജിങ് കുറയ്ക്കാനായാലും ലിംഫാറ്റിക് ഡ്രെയിനേജ് കാരണം ബോഡിയെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ ബെറ്റർ ഓപ്ഷനും കൂടിയാണ്. പിന്നെ നമുക്ക് സ്കിന്ന് ഗ്ലോ ചെയ്യാനും ആക്നെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഒക്കെ അങ്ങനെ ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. മണൽപ്പരുവല്ല, അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള അരഭാഗത്തിലെത്തുന്നത് വരെ കരിഞ്ഞു പോവരുതേ, അത് ശ്രദ്ധിക്കണം. ഈ രൂപത്തിലെത്തുമ്പോൾ നമുക്കതിനെ തണുത്തതിന് ശേഷം അരിച്ചു മാറ്റിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇനി സ്കിന്നിലേക്ക് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അതൊരു പ്രശ്നമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ അല്പം അലോവേര ജെല്ലും കൂടി ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷനും ഉണ്ട്. വളരെ പൊടി കുഞ്ഞുങ്ങൾ മുതൽ എത്ര പ്രായം ചെന്നവർക്ക് വരെയും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അല്പം സാഫ്രോണും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് ഒന്നും കൂടെ അതിൻ്റെ ഇഫക്റ്റ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. ബീറ്റാ കരോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വൈറ്റമിൻ എ ആയിട്ട് തന്നെ ബോഡിയിൽ വെച്ച് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തിയുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ക്യാരറ്റ് കഴിക്കുന്നവർക്ക് ഇനി അതുപോലെ തന്നെ ഇത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കണ്ണ് ഡ്രൈ ആവുന്ന അവസ്ഥ ഇതൊക്കെ കുറയ്ക്കാനും കൂടെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ല്യൂട്ടിനും കരോട്ടിനോയിഡ്സും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ മെച്ചപ്പെട്ടതായിട്ടുള്ളതാണ് ക്യാരറ്റിൻ്റെ ഉപയോഗം തന്നെ. വൈറ്റമിൻ എ, ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ സപ്പോർട്ടിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായാലും ഓവറാൾ നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ പൊട്ടാസ്യം ലെവൽ ഉള്ളതുകൊണ്ടും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ നോർമലാക്കി നിർത്താൻ സഹായിക്കും. സോഡിയം ലെവലിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്നതും കൂടിയാണ് ക്യാരറ്റ് എന്നുള്ളത്. പിന്നെ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മലബന്ധ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ്. എന്ന് മാത്രമല്ല ഇത് ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്കും കൂടെ ഒരു ആശ്വാസകരമായിട്ടുള്ള പച്ചക്കറിയാണിത്. ഇനി ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സലാഡ്സ് ആയിട്ടും അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ മറ്റുള്ള ഹൽവ
രൂപത്തിൽ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള രീതിയിലോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ തന്നെ നമുക്കിതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ടും നമുക്ക് ദഹന പ്രക്രിയയെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നടക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാമോ എന്ന് വെച്ചാൽ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ഉള്ള ഒരു ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു 4.7 ഗ്രാം വരെയാണ് നമുക്കിതിൽ ഷുഗർ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ എങ്കിലും അമിതമാവാതെ നോക്കണം. ഇനി ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിലനിർത്താനും അല്ലെങ്കിൽ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഫൈബർ കണ്ടന്റും ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ കളർ തന്നെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു യെല്ലോ ഓറഞ്ച് കളറിലായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള അമിതമാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതലൊന്നും ഒരു ദിവസം ഉപയോഗിക്കേണ്ടതില്ല ജ്യൂസിനൊന്നും തന്നെ. വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് കൊളാജനും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് ചുളിവുകൾ വീഴാതെ സംരക്ഷിക്കും. അതുപോലെ ബീറ്റാ കരോട്ടിൻ എന്നുള്ളത് നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്ന് നേരിട്ടുള്ള അത്തരം രശ്മികളെ കൊണ്ട് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും അങ്ങനെ ഒരുപാടേറെ ഗുണങ്ങൾ ക്യാരറ്റ് തരുന്നുണ്ട്. ഫാൽക്കാരിനോൾ, കരോട്ടിനോയിഡ്സ് തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ ഉള്ളതുകൊണ്ട് നമുക്കിത് കൊളോൺ ക്യാൻസർ അല്ലെങ്കിൽ പിന്നെ ലങ്സിൻ്റെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെയുള്ള റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്കിന്നിനെ ആ ഒരു ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് വളരെയധികം ഒരു വൈറ്റൽ റോള് തന്നെ ഉള്ളതാണ് ക്യാരറ്റിന്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ കെയറിലും ഹെയർ കെയറിലും എല്ലാം ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസിലേക്ക് ക്രീം പ്രിപ്പയർ ചെയ്യുന്ന രീതിയൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും ഉള്ള ക്യാരറ്റ് നിസ്സാരക്കാരനായിട്ടുള്ള ഒന്നല്ല. നമുക്ക് പലവിധ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റിനെ സമീപിക്കാവുന്നതാണ്. കലോറി കുറവും എന്നാൽ വാട്ടർ കണ്ടന്റും ഫൈബർ കണ്ടന്റും ഒക്കെ കൂടുതലുള്ളതുകൊണ്ടും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണ്, അത്തരം ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ക്യാരറ്റ് ജ്യൂസ് എന്നുള്ളതൊക്കെ തന്നെ. ഇതുപോലെ നമ്മൾ ABC ജ്യൂസ് തയ്യാറാക്കുന്നതിലും ഒരു പ്രധാന ചേരുവ ക്യാരറ്റ് തന്നെയായിരുന്നു. ഇതുപോലെ നമുക്ക് ഹെൽത്തി സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനായാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായാലും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ജ്യൂസ് പ്രിപ്പറേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എത്ര പ്രായം ചെന്നവർക്ക് പോലും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഓയിൽ എന്നുള്ളത്. ഈ ഓയിൽ തന്നെ മറ്റുള്ള കുറച്ച് ആയുർവേദ മരുന്നുകളും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഓയിലും കൂടെ ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സ്കിന്നിനെ അങ്ങോട്ട് കളറ് മാറ്റി മറയ്ക്കാം എന്നുള്ളതല്ല കേട്ടോ. എപ്പോഴും ശരിയാണ്, സ്കിന്നിന് ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അത് മാത്രമല്ല നമുക്ക് സ്കിന്നിൽ വരുന്ന ഒരു വിധത്തിലുള്ള സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ മാറ്റാനും യൂത്ത്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ്. പിന്നെ നമ്മൾ മറ്റുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഇതുപോലുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിന്നിനുള്ള ആ ഒരു ഹൈഡ്രേഷൻ നിലനിർത്താൻ സഹായിക്കും. പിന്നെ എപ്പോഴും ഇതിൻ്റെ ഒരു ഗുണം കിട്ടണമെന്നുള്ള ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ നമുക്ക് ബാത്ത് പൗഡർ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നത് ഒന്നുകൂടെ നല്ലതാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഓയിൽ അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ ഫേസ് യോഗയുടെ മുൻപേ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ ആ ഒരു ഫ്രിക്ഷൻ വരാതിരിക്കാനും സ്കിന്നിനെ നല്ല സ്മൂത്തായിട്ട് നിലനിർത്താനും ഫേസ് ലിഫ്റ്റിങ്ങിനും ഒക്കെ തന്നെ ഇത് ഫേസ് യോഗയുടെ മുമ്പ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 1 ഇൻഗ്രീഡിയൻറ്റ് ഓയിലാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.